എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കേരളത്തിലാണ്. കേരളത്തിൽ അതിഭയങ്കരമായ മഴയാണ് ഇന്നത്തെ ദിവസം. ആദ്യമായിട്ടാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി 2 മണിക്കൂർ മഴ സ്ട്രേറ്റ് നിൽക്കുന്നത്. അപ്പോൾ പ്രവാസികളായ എൻ്റെ കൂട്ടുകാർക്ക് ഇവിടുത്തെ അടിപൊളി മഴയും അവിടുത്തെ വിഷ്വൽസും ഒരു വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. മിനി സിറ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത കുറേ ദിവസത്തേക്ക് നമ്മൾ കേരളത്തിലെ വീഡിയോസായിരിക്കും ഈ ചാനലെത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി എഴുതുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴ ഗായ്സ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനി സിറ്റുകൾ. അടിപൊളി മഴയാണ്. ഉണ്ടാകും സൂപ്പർ മഴ. നാട്ടിൽ വന്നിട്ട് മഴ വീഡിയോ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഒരു മണിക്കൂറായി തകർത്ത് പിടിച്ച് മഴ പെയ്യുകയാണ്. അടിപൊളി മഴയാണ്. നല്ല ഭംഗി, നല്ല ചൂടൊക്കെ ഒന്ന് ശമിച്ച്. ഇത് നമ്മൾ അടിപൊളിയല്ലേ, സെറ്റല്ലേ? നമുക്ക് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഴയുടെ വീഡിയോ ഇടുന്നത്. നല്ല ഇടിമുഴക്കമുണ്ട്. നമുക്ക് വീടിൻ്റെ അങ്ങേ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം. അപ്പോൾ വന്നോളൂ, എന്നോടൊപ്പം തോന്നുള്ളൂ, നമുക്ക് മഴ ആഘോഷിക്കാം. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മഴ കാണാം. ഇത് നമ്മുടെ ഉപ്പാപ്പൻ്റെ പ്രോപ്പർട്ടിയാണ്. കപ്പയൊക്കെ ധാരാളമുണ്ട്. അതുപോലെ നമ്മൾ നല്ല കരിയാപ്പിൻ്റെ വലിയ മരമുണ്ട് കേട്ടോ. നമ്മൾ വന്ന് കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ നടത്തിയായിരുന്നു. അങ്ങനെ ഫ്രണ്ട് ഏരിയയിലൊക്കെ നമ്മളൊരു തൽക്കാലം കുറച്ച് പെയിൻറ്റ് വർക്കുകളും മതിലുകളൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല കരിമ്പായലായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ പവർ വാഷ് അടിച്ചിട്ട് പവർ വാഷുകാരൻ ഇവിടെ മതിലെ തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വന്നതിന് ശേഷമാണ് മതിലയിൽ പവർ വാഷ് അടിച്ച് നമ്മൾ ആ പായലിറക്കിയത്. എനിക്ക് ഒരേ സമയത്ത് 2 നഷ്ടമാണ്. അപ്പം നമ്മൾ തൽക്കാലം കുറച്ച് പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടത്തി ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാ വർഷവും നമ്മൾ ഇങ്ങോട്ട് ട്രാവലിംഗ് ആണ്. ഇതിനകത്തെ കുറച്ച് വർക്കുകളും പെയിൻറ്റുകളും ഒക്കെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ വീട്ടിലാര് വന്നാലും നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റും, നമ്മുടെ പ്രോപ്പർട്ടിയിൽ ആര് കയറിയാലും. തൊട്ടടുത്തൊക്കെ നല്ല സൂപ്പർ അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മഴകൾ
മഴ ആദ്യമായിട്ടാണ് ഇത്രയും നേരം മഴ നിൽക്കുന്നത്. അങ്ങേ സൈഡിൽ കണ്ട കുട്ടികൾ അവിടുത്തെ ഗ്രൗണ്ടിൽ ഈ മഴയത്തും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഉണ്ടാകും അവർക്ക് മഴയൊന്നൊരു പ്രശ്നമില്ലെന്നേ. നമുക്കൊക്കെയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ നനയാൻ പാട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരണം. നല്ല ഇടിമഴ വന്നുണ്ട്. ചിത്രമല്ലേ? അതാണ് നമ്മൾ പറഞ്ഞ കറയുള്ള ചെടി. വീടിൻ്റെ വലത്ത് സൈഡിൽ എപ്പോഴും ഇതുപോലെ ഒരു അനയും ഒരു കറയുള്ള ചെടിയും വേണമെന്നാണ് പ്രായമുള്ളവർ പറയണത്. അങ്ങനെ നട്ട സംഭവമാണ്. വീടിനെ കണ്ണ് കിട്ടാതിരിക്കാനാണ് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ അമ്മായിയമ്മയുടെ ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് നമ്മുടെ ഈ മതിലൊക്കെ 2 സൈഡിലത്തെ മതിലും നമുക്ക് നഷ്ടമായിരുന്നു. അതിനുശേഷം പണിത മതിലിനൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഹോളിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പ്രഷർ അതിന് കയറി ഇറങ്ങി പോകാനൊക്കെ ഉണ്ടാകും. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഈ മഴ എൻ്റെ കൂട്ടുകാർക്ക് കേരളത്തിലെ അടിപൊളി ഇടിവെട്ടി മഴ നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. കേരളത്തിലെ അടിപൊളി കാഴ്ചകൾ ആയിരിക്കും ഇനിയും അങ്ങോട്ടും ത്രൂഔട്ടും നമ്മുടെ ചാനൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. ബൈ ഗൈസ്.